പൂന്നുകൽ ലിറ്റിൽ ഫ്ലവർ ഹൈസ്കൂളിൽ 57ാമത് വാർഷികാഘോഷം ഇക്കുറി വർണ്ണാഭമാകും. വൈവിധ്യമാർന്ന കലാപരിപാടികളോടെ ജനുവരി 13-ാം തീയതിയാണ് ആഘോഷം. ഉച്ചകഴിഞ്ഞ് 3:30-ഓടെ സ്കൂൾ അങ്കണത്തിൽ ചേരുന്ന യോഗത്തിൽ സർവീസിൽ നിന്നും വിരമിക്കുന്ന അധ്യാപിക ഷെൽജു പോളിന് യാത്രയയപ്പ് നൽകും. ഹൈറേഞ്ചിന്റെ പ്രവേശന കവാടത്തിൽ അരനൂറ്റാണ്ടിലേറെയായി അറിവിന്റെ പൊൻവെളിച്ചം വിതറി മുന്നേറുന്ന പൂന്നുകൽ ലിറ്റിൽ ഫ്ലവർ ഹൈസ്കൂളിൽ 57ാമത് വാർഷികാഘോഷം ജനുവരി 13-ാം തീയതി നടക്കും. ഉച്ചകഴിഞ്ഞ് 3:30-ഓടെ സ്കൂൾ അങ്കണത്തിലാണ് പരിപാടികൾ. സർവീസിൽ നിന്നും വിരമിക്കുന്ന അധ്യാപിക ഷെൽജു പോളിന് യാത്രയയപ്പും നൽകും. കുട്ടികൾ അവതരിപ്പിക്കുന്ന വൈവിധ്യമാർന്ന കലാവിരുന്ന് സ്പെക്ട്ര 2K25 എന്ന പേരിൽ അരങ്ങേറും. വാർഷികാഘോഷം അവിസ്മരണീയമാക്കാൻ ആവശ്യമായ ക്രമീകരണങ്ങൾ പൂർത്തിയായി കഴിഞ്ഞുവെന്ന് ഹെഡ് മിസ്ട്രസ് ഷിജ മാത്യു മീഡിയ 60യോട് പറഞ്ഞു. പൂന്നുകൽ ലിറ്റിൽ ഫ്ലവർ സ്കൂളിന്റെ 57ാം വാർഷികമാണ് ഈ വരുന്ന തിങ്കളാഴ്ച, അതായത് ജനുവരി മാസം 13-ാം തീയതി നമ്മൾ ആഘോഷിക്കുന്നത്. LFHSനെ സംബന്ധിച്ചിടത്തോളം ഹൈറേഞ്ചിന്റെ കവാടമായ ഈ സ്കൂള് വളരെ വിദൂരങ്ങളായ സ്ഥലങ്ങളിൽ നിന്ന് പോലും കുട്ടികൾ വന്ന് പഠിക്കുന്ന ഒരു പൊതുവിദ്യാലയമാണ്. ഈ സ്കൂളിലെ കുട്ടികൾക്ക് ലഭ്യമാകാവുന്ന എല്ലാ സാധ്യതകളും പ്രയോജനപ്പെടുത്തത്തക്ക രീതിയിലാണ് ഇവിടെ എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചു വരുന്നത്. കുട്ടികൾക്ക് അവരുടെ പഠന മികവ് തെളിയിക്കുന്നതിൽ കൂടുതൽ ഉത്സാഹം കാണിക്കുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് ടോപ്പ് 20 അവാർഡ് ഏർപ്പാടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും നന്നായിട്ട് ബിഹേവ് ചെയ്യുന്ന കുട്ടികൾക്കായിട്ട് സ്റ്റാർ ഓഫ് ദ മന്ത് അവാർഡുണ്ട്. പിന്നെ സ്കൂൾ റേഡിയോയുണ്ട്. അതുപോലെ തന്നെ ക്വിസ് കോമ്പറ്റീഷന് ടാലൻഷ്യ ക്വിസ് കോമ്പറ്റീഷനുണ്ട്. പിന്നെ ഈ വർഷം പുതുതായിട്ട് സ്കൂൾ ബാൻഡ് ട്രൂപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ചെണ്ട ഒരു ഗ്രൂപ്പുണ്ട്. ഇങ്ങനെ എല്ലാ വിധത്തിലും അവരുടെ കഴിവ് തെളിയിക്കുന്ന രീതിയിൽ സാധ്യമായ എല്ലാ മേഖലകളിലും അവർക്ക് പരിശീലനം കൊടുത്തു വരുന്ന ഒരു വിദ്യാലയമാണ് LFHS പൂന്നുകൽ. ഈ സ്കൂളിൻ്റെ വിവിധങ്ങളായ എല്ലാ പ്രവർത്തനങ്ങളിലും ഇവിടുത്തെ നല്ലവരായ നാട്ടുകാരുടെ പൂർണ്ണമായ സഹകരണമുണ്ട്. ഇവിടുത്തെ എല്ലാ അധ്യാപകരും 1 ടീം 1 മിഷൻ എന്ന ഒരു മുദ്രാവാക്യത്തെ ബേസ് ചെയ്താണ് ഈ വർഷത്തെ പ്രവർത്തനങ്ങളെല്ലാം കാഴ്ചവെക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ കുട്ടികൾക്ക് ഏറ്റവും ആസ്വാദ്യകരമായ രീതിയിലാണ് ഇത്തവണ നമ്മൾ ആനുവൽ ഡേ ക്രമീകരിച്ചിരിക്കുക. നമ്മുടെ ഗ്രൗണ്ടിലാണ്. പതിവിന് വിപരീതമായി ഉച്ച കഴിഞ്ഞിട്ടുള്ള സമയത്താണ് ആനുവൽ ഡേ ക്രമീകരിച്ചിരിക്കുന്നത്. ഈ ദിവസം എല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം ആശംസിക്കുകയും ഈ ആനുവൽ ഡേ ഏറ്റവും ഭംഗിയായിട്ട് നടക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ആശംസകളും നേരുകയും ചെയ്യുന്നു. പഠന മികവ് തെളിയിക്കുന്ന വിദ്യാർത്ഥികൾക്കായി ടോപ്പ് 20 അവാർഡ്, സ്റ്റാർ ഓഫ് ദി മന്ത്, സ്കൂൾ റേഡിയോ, ടാലൻഷ്യ ക്വിസ് മത്സരം, സ്കൂൾ ബാൻഡ് ടീം, ചെണ്ട ടീം എന്നിങ്ങനെ മികച്ച അക്കാദമിക അന്തരീക്ഷമാണ് പൂന്നുകൽ ലിറ്റിൽ ഫ്ലവർ സ്കൂളിന്റെ ആകർഷണം. ഇക്കുറി സ്കൂളിലെ മുഴുവൻ കുട്ടികളും വാർഷിക ആഘോഷങ്ങളിൽ പങ്കുചേരുമെന്നും ഓരോ കുട്ടിയുടെയും പ്രാതിനിധ്യം ഉറപ്പാക്കിയിട്ടുണ്ടെന്നും സീനിയർ അസിസ്റ്റന്റ് സിസ്റ്റർ ഹേസി ഇഗ്നേഷ്യസ് അറിയിച്ചു. 13-ാം തീയതി ഒരു 3:30യോടുകൂടിയാണ് നമ്മുടെ സ്കൂൾ ആനുവൽ ഡേ ആരംഭിക്കുന്നത്. ഈ വർഷത്തെ സ്കൂൾ ആനുവൽ ഡേ ഒരു പ്രത്യേകതകളൊത്തുള്ള ഒരു ആനുവൽ ഡേ ആണ്. നമുക്കറിയാം, നമ്മുടെ സ്കൂളിലെ മുഴുവൻ കുട്ടികളെയും ഈ ആനുവൽ ഡേയിൽ ഏതെങ്കിലുമൊക്കെ പ്രോഗ്രാമുകളിൽ പങ്കെടുക്കുക, അതിനുവേണ്ടി ക്ലാസ് അടിസ്ഥാനത്തിൽ പ്രോഗ്രാമുകൾ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ആദ്യമേ തന്നെ 3:30-ക്ക് തന്നെ പ്രാർത്ഥനാ ഗാനത്തോടെ ആരംഭിക്കുന്ന ആനുവൽ ഡേയിൽ കുട്ടികളുടെ പ്രോഗ്രാമാണ് ആദ്യമായിട്ട് തന്നെ ആരംഭിക്കുന്നത്. അതുകൊണ്ട് ഇതൊരു ദൈവാനുഗ്രഹത്തിൻ്റെ സമൃദ്ധിയായിരിക്കും. കുഞ്ഞുങ്ങളുടെ മനസ്സിലൊരു ഓർമ്മയായിരിക്കും. മാതാപിതാക്കന്മാരുടെയും ഒക്കെ മനസ്സിലൊരു ഓർമ്മയായിരിക്കും എന്നാണ് ഞങ്ങളുടെ പൂർണ്ണമായ വിശ്വാസം. ഏറ്റവും മനോഹരമായിട്ട് പ്രോഗ്രാം നടക്കണം എന്ന് തന്നെയാണ്. അതിനെല്ലാ അധ്യാപകരും കൈയും മെയ്യും മറന്നാണ് ഇതിനു വേണ്ടി സഹകരിക്കുന്നത്. 1
ടീം വൺ മിഷൻ എന്നുള്ള ഈ തീമിൻ്റെ ഒരു സാക്ഷാത്കാരമായിട്ട് തന്നെ ഞങ്ങളുടെ ആനുവൽ ഡേ തീരും എന്നാണ് പൂർണ്ണമായ വിശ്വാസം. സ്കൂൾ മാനേജർ ഫാദർ മാത്യു അത്തിക്കൽ, PTA പ്രസിഡന്റ് ഷിജു ജോസഫ്, ഹെഡ് മിസ്റ്റർ ഷിജ മാത്യു, MPTA പ്രസിഡന്റ് ദീപ ഫ്രാൻസിസ്, ഹെഡ് ഗേൾസ് റോണ റോയ്, ഫിസാന ഫാത്തിമ, ഹെഡ് ബോയ് ആൽഡസ് ബിജു എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം വഹിക്കും. വാർഷിക ആഘോഷങ്ങളുടെ മധുരം നുണയാൻ വിദ്യാർത്ഥികൾക്കായി സ്കൂൾ അങ്കണത്തിൽ ഒരു ഐസ്ക്രീം കൗണ്ടർ തുറക്കുമെന്ന് PTA പ്രസിഡന്റ് ഷിജു ജോസഫ് പറഞ്ഞു. ഈ പ്രാവശ്യം നമ്മുടെ ഊന്നൽ ലിറ്റിൽ ഫ്ലവർ സ്കൂളിലെ ആനുവൽ ഡേ വളരെ ഭംഗിയായി നടത്തുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതിന് മുന്നോടിയായി വളരെയേറെ മുന്നൊരുക്കങ്ങളാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ പ്രാവശ്യം 2 ഇൻസ്ട്രുമെൻറ്റ്സ് എക്സ്ട്രാ ആഡ് ചെയ്ത് ഇവിടെ പിള്ളേർ പഠിച്ച് അത് അരങ്ങേറ്റം കുറിച്ചു. ഒന്ന് ബാൻഡ് മേളമാണ്, രണ്ടാമത് ചെണ്ടയാണ്. രണ്ടിലും പിള്ളേർ ഇവിടെ കഴിവ് തെളിയിച്ച് സംഗതി അവർ ഈ തവണ അരങ്ങേറ്റം പള്ളിയിൽ പെരുന്നാൾ നടത്തി. അപ്പോൾ അതോടനുബന്ധിച്ച് തന്നെ നമ്മൾ PTA എല്ലാവിധ സപ്പോർട്ടും അതുപോലെ ഫുള്ളായിട്ട് എല്ലാവരും ഇതിലേക്ക് ഇറങ്ങിയേക്കുവാണ്, എന്ത് കാര്യത്തിനും സപ്പോർട്ട് ചെയ്തുകൊണ്ട്. അപ്പോൾ സ്കൂളിലെ എല്ലാ പ്രവർത്തനങ്ങളിലും ഞങ്ങൾ സജീവമായിട്ടുണ്ട്. ഞങ്ങളത് കൂടാതെ ഇത്തവണ ഞങ്ങളിവിടെ ഒരു ഐസ്ക്രീം ഒരു കൗണ്ടറൊക്കെ ഞങ്ങൾ തന്നെ PTA ഭാഗത്ത് നിന്ന് തന്നെ ഇവിടെ തന്നെ ഇടുന്നുണ്ട്. പിള്ളേരൊന്നും സ്കൂളിന് വെളിയിലേക്ക് വിടുന്നില്ല, ഇവിടെ ക്ലോസ് ചെയ്തിട്ട് ഇവിടെ തന്നെയാണ്. അത് പിന്നെ വൈകിട്ടാണ് നമ്മളിത് പ്ലാൻ ചെയ്തേക്കണേ. അപ്പോൾ ലൈറ്റ് അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയായ രീതിയിൽ തന്നെ നടത്തി എല്ലാ പ്രാവശ്യത്തെക്കാളും വ്യത്യസ്തമായിട്ട് നല്ല രീതിയിൽ തന്നെയാണ് ഈ പ്രാവശ്യം നടത്താൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മീഡിയ 60 കോതമംഗലം.